കാരുണ്യവാനായ ദൈവവും നിരാശയ്ക്കടിപ്പെട്ട ഒരു ആത്മാവും തമ്മിലുള്ള സംഭാഷണം. അതായത് ഫൗസ്റ്റിനയുടെ ഡയറിയിൽ 1486 അപ്പം നമ്മൾ ഈ നിരാശയ്ക്ക് അടിപ്പെട്ട ആത്മാവെന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ഓർക്കുമായിരിക്കും അത് ഭയങ്കര കഠിന പാപമൊക്കെ ചെയ്ത ഭയങ്കര നിരാശ കിടക്കുന്ന ആരെ പറ്റിയാണ് നമ്മളുമായിട്ട് വലിയ ബന്ധത ചിലപ്പോൾ ചിന്തിക്കായിരിക്കും. പക്ഷെ ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരും ഈ ഒരു സിറ്റുവേഷനോടെ കടന്നു പോയിട്ടുണ്ട്. ആ സിറ്റുവേഷനോടെ കടന്നു പോയിട്ടുള്ളതെന്നാണ് എനിക്ക് ഈ പറയാനുള്ള ആകപ്പാടുള്ള യോഗ്യത അതാണ്. അപ്പോൾ ഒന്നെങ്കിൽ അവര് അറിഞ്ഞിട്ടുണ്ടായിരിക്കും നിരാശയിലൂടെ കടത്തപ്പെട്ട് ഞാനിപ്പോൾ നിരാശയിലാണ്, അന്ധകാരത്തിലാണ് കഴിയുന്നതെന്ന് അറിയുമായിരിക്കും. ചിലപ്പോൾ അല്ലെങ്കിൽ അറിയുന്നില്ല, അല്ലെങ്കിൽ ഒരു പക്ഷേ ഇതുപോലെ നേരത്തെ കടന്നു പോയിട്ടുണ്ടാവും, ഇനി അല്ലെങ്കിൽ ഭാവിയിൽ എപ്പോഴും കടന്നു പോകുമായിരിക്കും. അപ്പം നമുക്ക് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന, നമ്മൾ ആ സിറ്റുവേഷൻ ചെല്ലുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ലാതെ വിഷമിക്കുന്ന ഒരു സിറ്റുവേഷൻ എന്ത് ചെയ്യണമെന്ന് ഈശോ തന്നെ നേരിട്ട് പറഞ്ഞു തരുന്ന ഒരു ഇതാണ് ഇവിടെ കാണുന്നത്. അപ്പം മിസ്റ്റർ ഫൗസ്റ്റിനയുടെ ഡയറി 699 പറയുന്നുണ്ട്, ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടും ചുമപ്പാണെങ്കിലും എന്റെ അടുക്കൽ വരാൻ ഭയപ്പെടരുത്. മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാകാത്ത വിധം എന്റെ കരുണ അത്ര ഉന്നതമാണ്. അപ്പം ഈ കരുണയുണ്ട്, ഈശോയ്ക്ക് കരുണയുണ്ട് നമ്മൾ കേട്ടിട്ടുണ്ട്. പക്ഷെ ഈ കരുണയുടെ എക്സ്ട്രീം ലെവൽ, എന്തുമാത്രം കരുണയുണ്ട്, എന്തുമാത്രം ഈശോ കരുണ കാണിക്കും എന്നാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതായത് നമ്മുടെ പാപം കണ്ട് ശിക്ഷിക്കാൻ വേണ്ടി, ഓരോ പാപം ചെയ്യുമ്പോൾ അതെല്ലാം ഇങ്ങനെ എഴുതി വെച്ച് നമ്മളെ ശിക്ഷിക്കാൻ വേണ്ടി ഇരിക്കുന്ന ഒരു ദൈവമല്ല. എത്ര കഠിന പാപം ചെയ്താലും ഒന്ന് തിരിച്ചു വരാൻ വേണ്ടി നമ്മളെ നോക്കിയിരിക്കുന്ന, നമ്മളെ കാത്തിരിക്കുന്ന, നമ്മളോട് ക്ഷമിക്കാൻ, കരുണ കാണിക്കാൻ നോക്കിയിരിക്കുന്ന ഒരു സ്നേഹനിധിയായ ഒരു ദൈവത്തെയാണ് നമ്മളിവിടെ കാണുന്നത്. അതായത് ബൈബിളിൽ നോക്കുവാണെങ്കിൽ ബൈബിളിൽ നിരാശയ്ക്കടിപ്പെട്ട ഒരു ആത്മാവാണ് യൂദാസ്, ഈശോയെ ഒറ്റിക്കൊടുത്ത യൂദാസ്. അപ്പൊ യൂദാസ് ഇങ്ങനെ ഈശോയെ ഒറ്റിക്കൊടുത്തു. അത് കഴിഞ്ഞിട്ട് യൂദാസും പശ്ചാത്തപിക്കുന്നുണ്ട്. യൂദാസ് പശ്ചാത്തപിച്ചിട്ട് ഈ 30 വെള്ളി നാണയം പോയി എറിയുന്നു. അത് കഴിഞ്ഞിട്ട് പക്ഷേ എന്നാ പറ്റുന്നത്, അത് കഴിഞ്ഞിട്ട് പിന്നെ പോയി ആത്മഹത്യ ചെയ്യുക. അതെന്നാന്ന് പറഞ്ഞു, യൂദാസ് ഈശോയുടെ നന്മയിൽ ആശ്രയിക്കുന്നില്ല, ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാതെ സ്വന്തമായിട്ട് സ്വയം എനിക്ക് രക്ഷയില്ലെന്നും പറഞ്ഞ് നേരെ പോവുക. പക്ഷെ അതേസമയം പത്രോസ്ലീഹ ആണെങ്കിൽ 3 തവണ ഈശോയെ തള്ളി പറയുന്നുണ്ട്. പക്ഷെ 3-ാമത്തെ പ്രാവശ്യം തള്ളി പറഞ്ഞപ്പോൾ കോഴി കൂവിയപ്പം ഈശോ പത്രോസ്ലീഹയെ നോക്കുന്നുണ്ട്. സിനിമയിലൊക്കെ നന്നായിട്ട് കാണാം. അപ്പൊ ആ ഒരു നോട്ടത്തില് പത്രോസ്ലീഹ മനം നൊന്ത് കരഞ്ഞ് ഈശോയിലേക്ക് തിരിച്ചു വരിക. അപ്പൊ പത്രോസ്ലീഹ ഈശോയിലേക്ക് തിരിച്ചു വന്നു, ഈശോയിലേക്ക് ഒന്ന് നോക്കി. അവിടെയാണ് പത്രോസ്ലീഹ സ്വർഗത്തിലെത്തിയതും അല്ലെങ്കിൽ യൂദാസ്ലീഹയ്ക്ക് സ്വർഗം നഷ്ടപ്പെടുന്നു. അങ്ങനെയാ. അപ്പൊ നമുക്ക് ചൂസ് ചെയ്യാം, നമ്മുടെ ഇഷ്ടമാണ്. നമുക്ക് പത്രോസ്ലീഹയാണോ യൂദാസ് ആണോ എന്നുള്ളത് നമ്മളുടെ ഒരു ചോയ്സ് ആണ്. ഇപ്പൊ യൂദാസ് ഉറപ്പായിട്ട് ഈശോയിലെ നോക്കിയിരുന്നെങ്കിൽ യൂദാസ് ഉറപ്പായിട്ട് രക്ഷപ്പെട്ടേനെ. അപ്പം ഈ കന്യക 1486 ഈശോ ഈ നിരാശയ്ക്ക് അടിപ്പെട്ട് കിടക്കുന്ന ആത്മാവിനോട് പറയുക, ഓ അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുന്ന ആത്മാവേ, നിരാശപ്പെടരുത്. എല്ലാം നിനക്ക് ഇനിയും നഷ്ടപ്പെട്ടിട്ടില്ല. സ്നേഹവും കരുണയും തന്നെയായ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരിക. ഓ അന്ധകാരത്തിൽ മുങ്ങിത്തപ്പുന്ന ആത്മാവെ, നിരാശപ്പെടരുത്. ബൈബിളിൽ നോക്കുകയാണെങ്കിൽ അന്ധകാരം എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ ലോകത്തിന്റെ പ്രകാശമാണ്, എന്നെ അനുഗമിക്കുന്ന അന്ധകാരത്തിൽ നടക്കത്തില്ലെന്ന് ഈശോ പറഞ്ഞിട്ടുണ്ട്. അപ്പം എന്താ പ്രകാശം? അവന് ജീവന്റെ പ്രകാശം ഉണ്ടായിരിക്കും എന്നാ ഈശോ പറഞ്ഞേക്കുന്നത്. അപ്പം പ്രകാശം എന്ന് പറഞ്ഞാൽ ഈശോയാ. അപ്പം നമ്മളിപ്പോ ഒരു മുറി ലൈറ്റ് ഇട്ടു, അത് കഴിഞ്ഞിട്ട് വേറെ മുറി പോയിരുന്ന നമുക്ക് ലൈറ്റ് കിട്ടുമോ? ഇല്ല. അപ്പൊ നമ്മൾ എത്രത്തോളം ഈശോയോട് ചേർന്ന് നിൽക്കുന്നു അപ്പോഴാണ് നമുക്ക് പ്രകാശം കിട്ടുന്നേ. അപ്പൊ ഈശോയുമായിട്ട് നമ്മൾ ചിലപ്പോൾ രാവിലെ തൊട്ട് വൈകിട്ട് വരെ കുറെ പ്രാർത്ഥനയില്ലേ, അപ്പൊ നമ്മൾ സാറ്റിസ്ഫൈഡ് ആണ്, ഞാനിന്ന് കുറെ പ്രാർത്ഥിച്ചു, എന്റെ പ്രാർത്ഥനകളൊക്കെ ചെല്ലി നമ്മൾ ചിലപ്പോൾ വിചാരിക്കുമായിരിക്കും. പക്ഷേ നമ്മളുടെ ആത്മാവിനെ ഈശോ നോക്കുമ്പോ ഈശോ നമ്മുടെ ആത്മാവിനെ നോക്കുമ്പോ സന്തോഷമാണ്. ഈശോയ്ക്ക് സന്തോഷമാണോ? ഈശോ എങ്ങനെയാണ് നമ്മുടെ ആത്മാവിനെ കാണുന്നേ? അങ്ങനെ ഒരു ഈശോയായിട്ടുള്ള ബന്ധം നമുക്ക് ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ അന്ധകാരത്തിലല്ല എന്ന് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. ഈശോയുടെ ആ പ്രകാശം നമുക്ക് അനുഭവിക്കുന്നുണ്ട്, ഈശോയോട് ചേർന്ന് നിന്നാൽ മാത്രമേ നമുക്ക് അനുഭവിക്കാൻ പറ്റത്തുള്ളൂ. അതിപ്പം കഠിന പാപമാട്ടെ ചെറിയ പാപമാട്ടെ അത് നമുക്ക് പറയത്തില്ല. കാരണം അധികം ലഭിച്ചുണ്ടെങ്കിൽ അധികം ചോദിക്കുന്ന ഈശോ പറഞ്ഞിട്ടുണ്ടേ. അപ്പം നമ്മളെല്ലാവരും ഈ ഒരു സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്ന ഈ അന്ധകാരം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ട്. അപ്പൊ ഈശോ പറയുക, നിരാശപ്പെടരുത്, എല്ലാം നിനക്ക് ഇനി നഷ്ടപ്പെട്ടിട്ടില്ല. സ്നേഹവും കരുണയും തന്നെയായ നിന്റെ ദൈവത്തിന്റെ അടുക്കിലേക്ക് വിശ്വാസത്തോടെ കടന്നു വരിക. ഇവിടെ ഈശോ പറയുന്ന ഈശോയ്ക്ക് സ്നേഹവും കരുണയും ഉണ്ടെന്നല്ല ഈശോ പറയുന്നത്. സ്നേഹവും കരുണയും തന്നെയാണ്, ദൈവം സ്നേഹമാണ്. അപ്പൊ സ്നേഹവും കരുണയും തന്നെയായ എന്റെ പക്കലേക്ക് വെറുതെ കടന്നു വരിക എന്നല്ല, വിശ്വാസത്തോടെ കടന്നു വരിക. വിശ്വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്ത് വിശ്വാസം ഇവിടെ ഉദ്ദേശിക്കുന്നത്? ഏഷ്യ 59:1, രക്ഷിക്കാനാകാത്ത വിധം എന്റെ കാര്യങ്ങൾ കുറുകിപ്പോയിട്ടില്ല, കേൾക്കാനാകാത്ത വിധം എന്റെ കാതുകൾക്ക് മാനം സംഭവിച്ചിട്ടില്ല. ഈശോയുടെ കരുണയെ വിശ്വസിക്കുക. ഈശോയ്ക്ക് രക്ഷിക്കാൻ പറ്റും. നമ്മൾക്ക് അതീതമായി ഈശോയ്ക്ക്, നമ്മൾ വിചാരിക്കുന്നതിന് അധികമായിട്ട് ഈശോയ്ക്ക് കരുണ കാണിക്കാൻ പറ്റും. അപ്പം അതാണ് ഈശോ നമ്മളോട് പറയുന്നത്, വിശ്വാസത്തോടെ കടന്നു വരിക. പക്ഷെ ഈ ഈശോ പറയുന്നത് ഈ ആത്മാവ് കേൾക്കുന്ന പോലുമില്ല. ആത്മാവ് സ്വയം അന്ധകാരത്തെ ആവരണം ചെയ്ത് കഴിയപ്പെടുക. അന്ധകാരം എന്ന് പറഞ്ഞാൽ ഹൃദയ കാഠിന്യമാണ്. ഹൃദയം കഠിനമായിട്ട് മനസ്സ് മരവിച്ചിരിക്കുക. അപ്പം ഈശോയുടെ വിളി ഒന്നും കേൾക്കുന്നില്ല ആത്മാവ്. പിന്നെ അതായത്
എഫേസോസ് 4:18 പറയുന്നുണ്ട്, ഹൃദയകാഠിന്യ നിമിത്തം അജ്ഞത ബാധിച്ചവർ ബുദ്ധിയിൽ അന്ധകാരം നിറഞ്ഞ് ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ടിരിക്കുന്നു. അവർ മനസ്സ് മരവിച്ച് ഭോഗാസക്തിക്ക് തങ്ങളെ തന്നെ സമർപ്പിച്ച് എല്ലാവിധ അശുദ്ധിയിലും ആവേശത്തോടെ മുഴുകി. അപ്പൊ ഇവർക്ക് ഈശോയായിട്ട് നമുക്ക് ഈശോയായിട്ടുള്ള കണക്ഷൻ അപ്പൊ കിട്ടത്തില്ലല്ലോ. അപ്പം ദൈവത്തിന്റെ ജീവനിൽ നിന്ന് അകറ്റപ്പെട്ട് അവര് ആ ഒരു ഇതിലേക്ക് അങ്ങ് പോവുകയാണ്. അപ്പം പക്ഷെ ഈശോ പിന്നെയും, അതായത് ആത്മാവിന്റെ ഭാഗത്തുനിന്ന് ഒരു എഫേർട്ടും ഇല്ല, ആത്മാവ് കേൾക്കുന്ന പോലും ഇല്ല. അപ്പൊ ഈശോ പിന്നെയും വീണ്ടും വിളിക്കുന്നു, എന്റെ കുഞ്ഞിനെ, കരുണാഥനായ നിന്റെ പിതാവിന്റെ സ്വരം ശ്രവിക്കുക. പിന്നെയും വിളിക്കുക, എന്റെ സ്വരം ഒന്ന് നീ കേൾക്ക് എന്ന് പറഞ്ഞ് പിന്നെയും വിളിക്കുക. ഇപ്പൊ നമ്മുടെ എല്ലാ ഈശോ നമ്മുടെ പുറകിൽ വന്നിട്ട് തോളെ തട്ടി വിളിക്കുക, നമ്മുടെ ഉള്ളിന്റെ ഉള്ളിൽ നമ്മുടെ ആത്മാവിൽ ഇങ്ങനെ ചോദിക്കുക, എന്റെ കുഞ്ഞെ നീ എന്റെ അടുത്തോട്ട് വാ. എല്ലാവർക്കും ഈ ലോകത്തിൽ പാപം ചെയ്ത് ഈശോനകത്ത് എല്ലാ ആത്മാക്കളെ ഈശോ വിളിക്കുന്നുണ്ട്, ഇങ്ങനെ എന്റെ അടുക്കളയിൽ തിരിച്ചു വരിക എന്നൊരു തോന്നല്, ഒരു വിളി കിട്ടുന്നുണ്ട്. പക്ഷെ ഈ ആത്മാവ് പിന്നെയും പറയുവാണ്, എനിക്ക് ഇനി കരുണ ലഭിക്കില്ല. അത് കടുത്ത അന്ധകാരത്തിലേക്ക് വീണ് പോകുന്നു, നരകത്തിന്റെ മുൻ അനുഭവമായി നിരാശയെ പതിക്കുന്നു. പക്ഷെ ഈ ആത്മാവ് പിന്നെ ചിന്തിക്കുന്ന, പിന്നെ നോക്കുന്ന ആത്മാവിന്റെ പാപത്തിലേക്കാ. അപ്പൊ ഈ പാപം നോക്കുമ്പോൾ, യോ ഇത്രയും വലിയ പാപം ഞാൻ ചെയ്തു പോയി, എനിക്ക് കരുണ കിട്ടത്തില്ലെന്ന് ആത്മാവ് പ്രതീക്ഷിക്കുന്നേ. പക്ഷെ ഈശോ ആഗ്രഹിക്കുന്ന അതല്ല. ഈശോയിലേക്ക് നോക്കാനാ, എത്ര പാപം ചെയ്താലും ഈശോയിലേക്ക് നോക്കാനാ ഈശോ ആഗ്രഹിക്കുന്നേ. അപ്പൊ ഈശോ പിന്നെ മൂന്നാമതും ഈ ആത്മാവിനെ വിളിക്കുന്നു. പക്ഷെ ആത്മാവ് അപ്പോഴും ഹൃദയ കാഠിന്യത്തിലിരിക്കുവാണ്. അപ്പോ ആത്മാവിന്റെ ഭാഗത്ത് നിന്ന് ഒരു സഹകരണവും ലഭിക്കാതെ തന്നെ ദൈവകരുണ സ്വയം പ്രവർത്തന നിരതമാകുന്നു. അപ്പൊ അതായത് ആത്മാവ് സ്വയം പശ്ചാത്തപിക്കുകയോ ഏറ്റുപറയൊന്നുമല്ല, പക്ഷെ ദൈവകരുണ സ്വയം പ്രവർത്തന നിരതമാകുന്നു. ദൈവം അതിനുള്ള അവസാനത്തെ കൃപാവരം നൽകുന്നു. അവസാനത്തെ കൃപാവരം, അതായത് നമ്മളിപ്പോ ഒരു കൊച്ചിനെ കൊണ്ട് പറയുകയല്ലേ, മോനെ അതേന്ന് പറ എന്ന് പറയുമ്പോ എന്ന് പറഞ്ഞാൽ അവനെ കൊണ്ട് പറയിക്കുക, ഒന്നും അറിഞ്ഞോണ്ട് തന്നെ അവന്റെ ഉള്ളിൽ ഈശോ സ്വയം തിരിച്ചു വരാനുള്ള ഒരു കൃപ, അവസാനത്തെ കൃപാവരം ആത്മാവിന് കൊടുക്കുക. ആത്മാവിന്റെ ഭാഗത്തുനിന്ന് ഒരു സഹകരണം ഇല്ലാതെ തന്നെ ഇതിനെയും തള്ളിക്കളയുകയാണെങ്കിൽ നിത്യതയിലേക്ക് അത് സ്വയം തിരഞ്ഞെടുത്തിരിക്കുന്ന ഈ അവസ്ഥയിൽ ആത്മാവിനെ ഉപേക്ഷിക്കുന്നു. അതും തള്ളിക്കളയുവാണെങ്കിൽ നമ്മൾ നരകത്തിലേക്ക് പോകുന്ന പറയുന്നത്. അതായത് റോമ 2:4 വചനമുണ്ട്, അതോ അവിടുത്തെ നിസ്സീമമായ കരുണയും സഹിഷ്ണുതയും ക്ഷമയും നീ നിസ്സാരമാക്കുകയാണോ ചെയ്യുന്നത്? നിന്നെ അനുതാപത്തിലേക്ക് നയിക്കുകയാണ് ദൈവത്തിന്റെ കരുണയുടെ ലക്ഷ്യമെന്നറിയുന്നില്ലേ? എന്നാൽ ദൈവത്തിന്റെ നീതിയുക്തമായ വിധി വെളിപ്പെടുന്ന ക്രോധത്തിന്റെ ദിനത്തിലേക്ക് നീ നിന്റെ കഠിനവും അനുതാപരഹിതവുമായ ഹൃദയ നിമിത്തം നിനക്ക് തന്നെ ക്രോധം സംഭരിച്ചു വെക്കുകയാണ്. അപ്പൊ അതായത് അത്രയും ഈശോ വിളിച്ചിട്ടും ഈശോ അതുപോലെ ഈ ഒരു ഈശോയുടെ ഭാഗത്തുനിന്ന് ഫുൾ ഇത് കൊടുത്തിട്ടും വരുന്നില്ല എന്നുണ്ടെങ്കിൽ ആത്മാവ് സ്വയം ഈശോയുടെ ആ കരുണേനെ നിസ്സാരമായിട്ട് കരുതുക. അപ്പൊ അത് സ്വയം അത് ചൂസ് ചെയ്യാണ് ആത്മാവിന്. കാരണം ഇവിടെ പറയുന്നുണ്ട്, എന്നാൽ മാനസാന്തരം അതിന്റെ സ്വതന്ത്ര മനസ്സിനെ ആശ്രയിച്ചിരിക്കുന്നു. അത് തനിക്ക് ലഭിച്ചിരിക്കുന്ന അവസാനത്തെ കൃപാവരമാണെന്ന് മനസ്സിലാക്കുന്ന ആത്മാവ് സന്മനസ്സിന്റെ അല്പം ലാഞ്ചന കാണിച്ചാൽ ബാക്കി എല്ലാം ദൈവകരുണ പൂർത്തീകരിക്കും. ഒരു ചെറിയ ലാഞ്ചന, ഈശോയെ തെറ്റുപറ്റിപ്പോയി എന്നൊരു ചെറിയൊരു ലാഞ്ചന, പത്രോസിനെ പോലെ ചെറിയൊരു നോട്ടം, അത് മാത്രമേ അത്ര ഈശോ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ അതും കൊടുത്തില്ലെങ്കിൽ ആ കരുണേനെ നിസ്സാരവൽക്കരിക്കപ്പെട്ടിട്ട് നമ്മൾ അങ്ങനെ പിന്നെ മുന്നോട്ട് പോവുകയാണെങ്കിൽ നരകത്തിലേക്ക് പോകും. അതിൽ ഈശോയ്ക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ ഇനി നമ്മൾ മുന്നോട്ട് കാണുന്നത് ഈ ഒരു സന്മനസ്സിന്റെ ഒരു സ്വല്പം ലാഞ്ചന കാണുന്ന ആത്മാവിനെ ഈശോ എങ്ങനെയാണ് ഈശോയുടെ പ്രത്യാശയിലേക്ക് കൊണ്ടുവരുന്നേ എന്ന് കാണാവേ. ഈശോ പറയാ, എന്റെ കരുണയുടെ സർവ്വശക്തിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത്. ഈ കൃപാവരത്തിൽ നിന്ന് പ്രയോജനം എടുക്കുന്ന ആത്മാക്കൾ ഭാഗ്യവാന്മാർ. കരുണയുടെ സർവ്വശക്തി എന്ന് പറഞ്ഞാല് നമ്മള് സർവശക്തനായ ദൈവം എന്ന് പറയുമ്പോൾ ഈ പ്രപഞ്ച സൃഷ്ടിക്കുകയും ഇങ്ങനെ പരിപാലിക്കുക, അല്ലെങ്കിൽ വലിയ അത്ഭുതം പ്രവർത്തിക്കുന്ന അത് മാത്രമല്ല. ഇവിടെ കരുണ മനുഷ്യനെ ഒരു സങ്കല്പിക്കുന്ന ലെവലുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെ നമ്മൾക്കൊരു കരുണ കാണിക്കുന്ന ഒരു ലെവലുണ്ട്, അതിനപ്പുറത്തേക്ക് ഈശോയ്ക്ക് കരുണ കാണിക്കുക. സർവശക്തി, കരുണയുടെ സർവശക്തി ഈശോ നമുക്ക് തരുക, സർവശക്തിയോടെ കരുണ കാണിക്കുക നമ്മളോട്. അപ്പം ഈ കൃപാവരത്തിന് പ്രയോജനം എടുക്കുന്ന ആത്മാക്കൾ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞാല് ഈ ലൂക്ക 19:21 ഒരു രാജപദവി സ്വീകരിക്കാൻ വേണ്ടി ഒരു പ്രഭു പോകുന്നുണ്ട്. 10 നാണയങ്ങൾ 10 പേരെ ഏൽപ്പിക്കുന്നു. അപ്പം ഒരാൾ 10 കൂടെ സമ്പാദിക്കുന്നു, ഒരാൾ 5 കൂടെ സമ്പാദിക്കുന്നു, മൂന്നാമത്തിന് ഒന്നും സമ്പാദിക്കുന്നില്ല. അവൻ അത് കുഴിച്ചു മൂടിയിടുക. എന്നിട്ട് പറയാ, എനിക്ക് നിന്നെ ഭയമായിരുന്നു, നീ കർക്കശനാണ്, വെക്കാത്തത് എടുക്കുന്നത് വിതയ്ക്കാത്ത കൊയ്യുന്നവനാണ് പറയുന്നത്. അപ്പം അവനെ നിന്റെ ദുഷ്ടകൃത്യം നിന്റെ വാക്കുകൊണ്ട് തന്നെ നിന്നെ വിധിക്കുന്ന പറയുന്നത്. അപ്പൊ നമ്മൾ ചിന്തിക്കുക, ദൈവം ഇപ്പൊ ശിക്ഷിക്കും. അങ്ങനെ നമ്മൾ കർക്കശനായിട്ട് നീതിമാനായിട്ട് ദൈവത്തെ കാണുവാണെങ്കിൽ അത് നീ അളക്കുന്ന അളവുകൊണ്ട് നിനക്ക് അളന്ന് കിട്ടുമെന്നാ പറയുന്നത്. അപ്പം അത് നമ്മൾ അങ്ങനെ കണ്ടാൽ അത് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ ഈശോയുടെ കരുണയിൽ നമ്മൾ ആശ്രയിക്കുക. അതായത് ദാനിയേലച്ചൻ ഒരു പ്രസംഗത്തിൽ ഇങ്ങനെ പറയുന്നുണ്ട്, നമ്മൾ എപ്പോഴും ഇങ്ങനെ പറയണം, ഈശോയെ ഞാൻ അങ്ങയുടെ കരുണയിൽ ആശ്രയിക്കുന്നതിന് കരുണയുടെ വിധിക്കണേ എന്ന് പ്രാർത്ഥിച്ചാൽ ഈശോ കരുണയുടെ വിധിക്കും. കാരണം നമുക്ക് ഈശോയുടെ കരുണയിൽ ആശ്രയിക്കാൻ ഈ ലോകത്തിലായിരിക്കും മാത്രമേ പറ്റത്തുള്ളൂ. ഈ ലോകത്തിൽ നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ കരുണയില്ല, ഇവിടെ നീതിയോടെ ഈശോ വിധിക്കും. കാരണം ഈശോ പറഞ്ഞിട്ടുണ്ട്, ഈശോ ചെയ്യാവുന്ന എല്ലാം ചെയ്തു, ഇനി അവിടെ ചെന്നാൽ നമുക്ക് കരുണയില്ല. അപ്പൊ നമ്മളിപ്പം എപ്പോഴും മനസ്സിൽ ഇങ്ങനെ പറയാം, ഈശോയെ
ഈശോ ഞാൻ അങ്ങനെ കരുണയിൽ ആശ്രയിക്കുന്നു, കരുണയെ വിശ്വസിക്കുന്നു, എന്നെ കരുണയുടെ വിധിക്കണേ എന്ന് നമുക്ക് എപ്പോഴും പറയാം. അപ്പൊ ഈശോ പിന്നെയും ഈ ആത്മാവിനോട് പറയാണ്, എന്റെ അടുക്കിലേക്ക് നീ എന്റെ അടുക്കിലേക്ക് മടങ്ങി വരുമ്പോൾ എന്റെ ഹൃദയം എന്തുമാത്രം ആനന്ദത്താൽ നിറയുന്നുവെന്നോ. നീ ബലഹീനയായതുകൊണ്ട് ഞാൻ നിന്നെ എന്റെ കരങ്ങളിൽ എടുത്ത് എന്റെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകും എന്ന് പറഞ്ഞാൽ, ഇവിടെ പിന്നെ ഈ ഈശോ പറഞ്ഞില്ലേ, 100 ആടിൽ ഒന്നിനെ കാണാതെ പോയാൽ ഞാൻ അതിനെ തപ്പി കണ്ടുപിടിച്ച് അതിനെ എടുത്തോണ്ട് പോകുന്നൊരു നല്ലേട്ടെ എന്ന് പറഞ്ഞ പോലെ ഞാൻ നിന്നെ എന്റെ കയ്യിലെടുത്ത് എന്റെ പിതാവിന്റെ അടുത്തിലേക്ക് കൊണ്ടുപോകും. പിന്നെ നമ്മൾ വിചാരിക്കും ഈശോ, അയ്യോ ഞാൻ ഇത്രയും പാവം ചെയ്തില്ലോ നല്ല ഈശോ ഓർക്കുന്നേ. അവൻ തിരിച്ചു വന്നല്ലോ അന്ന് ഓർത്ത് ഈശോയ്ക്ക് അത് മാത്രം മതി, എങ്ങനെ തിരിച്ചു കൊണ്ടുവരാമെന്ന് മാത്രം ഈശോയുടെ ചിന്തയെ. അപ്പൊ ഈശോ ആ ആത്മാവിനെ കയ്യിലെടുത്ത് ഇങ്ങനെ പിതാവിന്റെ ഭവനത്തിലേക്ക് കൊണ്ടുപോകുന്നത് പറയാം. അപ്പം ആത്മാവിന് പതുക്കെ പ്രത്യാശ വെച്ച് തുടങ്ങും. അപ്പം ആത്മാവ് ഇങ്ങനെ ചോദിക്കുക, ഇനിയും എന്നോട് കരുണ പ്രദർശിപ്പിക്കാൻ സാധ്യമാണോ? അപ്പൊ ഈശോ പറയാ, തീർച്ചയായും എന്റെ കുഞ്ഞെ, നിനക്ക് എന്റെ കരുണയ്ക്ക് പ്രത്യേകമായ ഒരു അവകാശം ഉണ്ടെന്നാ പറയാ. അവകാശമുണ്ട്. അവകാശം എന്ന് പറഞ്ഞപ്പോ രാജ്യത്തിന് അവകാശം എന്ന് പറഞ്ഞ പോലെ ഒരു അവകാശം എന്ന് പറയാ. അതായത് റോമ 8:17 പറയുന്നുണ്ട്, നിങ്ങൾ ക്രിസ്തുവിന്റെ ദൈവത്തിന്റെ അവകാശികളും ക്രിസ്തുവിന്റെ കൂട്ടവകാശികളുമാണ്. അതായത് പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെയാണ് നമ്മൾ മാമോദിസ സ്വീകരിച്ചത്, ദൈവത്തെ ആബാ പിതാവേ എന്ന് വിളിക്കുന്ന പുത്രസ്വീകാരത്തിന്റെ ആത്മാവിനെ. അപ്പൊ നമുക്ക് സ്വർഗരാജ്യത്തിൽ നമുക്ക് അവകാശമുണ്ട്. നമ്മൾ ഈശോയുടെ കൂട്ടവകാശികൾ എന്ന് പറഞ്ഞാൽ ഈശോയ്ക്ക് എന്തൊരു അവകാശമുണ്ട്, അതുപോലെ തന്നെ നമുക്ക് അവകാശമുണ്ടെന്നാണ് ബൈബിളിൽ പറഞ്ഞേക്കുന്നത്. അപ്പം ഈശോ ദൈവരാജ്യത്തിന് അവകാശം. ദൈവം സ്നേഹമാണെങ്കിൽ അത് സ്നേഹരാജ്യവാ, കരുണ രാജ്യവാ. ആ കരുണയ്ക്ക് നിനക്ക് അവകാശമുണ്ട്. നീ എന്റെ മകനാ, നീ എന്റെ മകളാ, അതുകൊണ്ട് നിനക്ക് എന്റെ കരുണയിൽ അവകാശമുണ്ട്. നീ അല്ലെങ്കിൽ ഈ കരുണ ലഭിക്കില്ലെന്ന് നീ പറയല്ലേ. അതാണ് പിന്നെ പറയുന്നേ. ആത്മാവ് പിന്നെയും ഭയപ്പെടുക, ഒരു ചെറിയ ഭയം ആത്മാവിന് വരുക. അപ്പൊ ഈശോ പിന്നെയും പറയാ, എന്റെ കുഞ്ഞെ, നിന്റെ എല്ലാ പാപങ്ങളും ഇപ്പോൾ നിന്റെ വിശ്വാസക്കുറവ് മൂലം ഉണ്ടാകുന്ന വേദനയോളം എന്നെ മുറിവേൽപ്പിച്ചിട്ടില്ല. ഈശോ പറയാ, നീ ചെയ്ത പാപങ്ങളല്ല, പാപങ്ങൾ വേദനിപ്പിക്കുന്ന എന്തുമാത്രം നമ്മൾ അറിഞ്ഞു, പക്ഷെ അതിനെക്കാട്ടിൽ കൂടുതൽ ഈശോയ്ക്ക് വേദന കൊടുക്കുന്നേ ഈശോയ്ക്ക് കരുണ കാണിക്കാൻ പറ്റത്തില്ല എന്നുള്ള ചിന്ത. അതായത് നമ്മുടെ മക്കൾ ഇപ്പൊ നമ്മൾ പല കുരുത്തക്കേട് കാണിക്കും, പക്ഷെ ഈ കുരുത്തക്കേട് കാണിക്കും നമ്മൾ വഴക്ക് പറയും, പക്ഷെ നമുക്ക് ഹൃദയത്തിൽ ഭയങ്കര വിഷമമൊന്നുമില്ല, കാരണം നമുക്കറിയാം പിള്ളേർ കുരുത്തക്കേട് കാണിക്കുന്നത്. പക്ഷെ ഈ പിള്ളേർ പറയും, അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ല, അമ്മയ്ക്ക് എന്നെ ഇഷ്ടമില്ലെന്ന് പറയാൻ നമുക്ക് ഭയങ്കര വിഷം വരും. കാരണം നമ്മൾ ജീവിതം മുഴുവൻ അവർക്ക് വേണ്ടി ഒരുപാട് കാര്യങ്ങൾ ചെയ്യും എന്ന് പറഞ്ഞാൽ ഈശോ പറയാന്ന്, എനിക്ക് കരുണയില്ല, എനിക്ക് സ്നേഹം ഇല്ലെന്ന് പറയാം. അതാണ് നിന്റെ എല്ലാ പാപങ്ങളെക്കാൾ നിന്റെ വിശ്വാസക്കുറവ് മൂലം ഉണ്ടാകുന്ന വേദനയോളം, നിന്റെ എല്ലാ പാപങ്ങളും ഇപ്പോൾ നിന്റെ വിശ്വാസക്കുറവ് മൂലം ഉണ്ടാകുന്ന വേദനയോളം എന്നെ മുറിവേൽപ്പിച്ചിട്ടില്ല. അതാണ് ഈശോയുടെ ഏറ്റവും വലിയ സങ്കടമേ. എന്റെ കരുണയുടെയും സ്നേഹത്തിന്റെയും നിരവധിയായ പരിശ്രമങ്ങൾക്ക് ശേഷവും നീ എന്റെ നന്മയെ സംശയിക്കുന്നുവോ? അതായത് ഈശോ ആണല്ലോ ഈ പരിശ്രമിക്കുന്ന കരുണ കാണിക്കാൻ. അത്രയും ഞാൻ നിന്നെ ഒന്ന് കരുണയോടെ നിന്നെ തിരിച്ചുകൊണ്ടുവരാൻ ഞാൻ ഇത്രയും പരിശ്രമിച്ചിട്ട് നീ പിന്നെ സംശയിച്ചുകൊണ്ടിരിക്കുവാണോ എന്ന് ഈശോ ചോദിക്കുക. അപ്പം ആത്മാവ് പിന്നെ ഇങ്ങനെ ഓരോന്ന് പറയും, അയ്യോ എനിക്ക് ശക്തിയില്ല, എന്റെ ഹൃദയം നുറുങ്ങുന്നു, എന്നെ രക്ഷിക്കണേ, ഇങ്ങനെ ഓരോന്ന് പറയാം. പക്ഷെ ഈശോ ആത്മാവിനെ അങ്ങനെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കുന്നില്ല. എന്നിട്ട് ഈശോ, കഷ്ടതയുടെ ആഴങ്ങളിൽ നിന്ന് നിന്നെ ഞാൻ പൊക്കിയെടുത്തു, അവിടുത്തെ ഹൃദയത്തിന്റെ സ്വകാര്യതയിലേക്ക് അതിനെ കൊണ്ടുപോയി. അതായത് ഇവിടെ ആത്മാവിന്റെ വലിയ ശ്രമങ്ങളല്ല, അതിനപ്പുറം ഈശോ അതിനെ ആഴങ്ങളിൽ നിന്ന് പൊക്കിയെടുത്ത് ഈശോയുടെ ഹൃദയത്തിന്റെ സ്വകാര്യതയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ വെച്ച് ഒറ്റ നിമിഷം കൊണ്ട് അതിന്റെ പാപക്കറകളെല്ലാം മാഞ്ഞുപോയി. അതായത് പിന്നെ ഈശോ അതൊന്നും ഓർക്കുന്നില്ല, അതെല്ലാം മാഞ്ഞുപോയി. അവിടുത്തെ സ്നേഹാഗ്നിയിൽ അവയെല്ലാം എരിഞ്ഞമർന്നു. അതായത് ഈശോയുടെ ഹൃദയത്തെ സ്നേഹത്തിന്റെ ഒരു കത്തൽ, ഒരു തീ കാണാല്ലേ, ആ തീ ഹൃദയത്തിലേക്ക് വീണ് കഴിയുമ്പോൾ നമ്മുടെ പാപങ്ങളെല്ലാം അതിനകത്ത് എരിഞ്ഞമർന്നു പോയി. പിന്നെ പാപം അവിടെ ഇല്ല. നമ്മൾ പിന്നെ പാപത്തെ പറ്റിയും കുറ്റബോധത്തെ പറ്റിയും ഞാൻ അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു, പക്ഷെ ഈശോ അതൊന്നുമല്ല ഓർക്കുന്നേ. എങ്ങനെ ഇവനെ നേടാം എന്ന് മാത്രമേ ഈശോ ചിന്തിക്കുന്നുള്ളൂ. ഈശോ പിന്നെയും പറയാ, ആത്മാവേ, ഇതാ എന്റെ ഹൃദയത്തിലെ എല്ലാ നിക്ഷേപങ്ങളും, നിനക്ക് ആവശ്യമുള്ളതെല്ലാം ഇവയിൽ നിന്ന് എടുത്തോളാം. ഈശോ സ്വർഗത്തിന്റെ എല്ലാ നിക്ഷേപങ്ങളും, എന്തുമാത്രം കൃപാവരം ഉണ്ടോ അത് മുഴുവൻ കൊടുക്കുക. ഈ കൃപാവരം ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന ഒരു വിശുദ്ധരായി തീരുന്നു. നമുക്കും ഇതെല്ലാം യൂസ് ചെയ്യാം. ഈശോ എല്ലാവർക്കും ഈ കൃപാവരം മുഴുവൻ അങ്ങ് കൊടുക്കുക. അപ്പൊ ആത്മാവിന് പിന്നെ ചെറിയൊരു പുതിയ ജീവൻ ഉള്ളിൽ പ്രവേശിച്ച പോലെ തോന്നുന്നു. നാഥാ, അങ്ങയുടെ കരുണയുടെ സർവശക്തിയെ ഞാൻ നിത്യതയോളം മഹത്വപ്പെടുത്തും. അങ്ങയിൽ ധൈര്യം അവലംബിച്ചുകൊണ്ട് എന്റെ ഹൃദയത്തിന്റെ എല്ലാ വ്യതകളും അങ്ങയുടെ മുമ്പിൽ ഞാൻ ചൊരിയുന്നു എന്ന് പറഞ്ഞ ആത്മാവ് ഇങ്ങനെ പതുക്കെ പ്രത്യാശയിലേക്ക് വരുവാണ്. അപ്പം ഈശോ പിന്നെയും പറയുവാണ്, എന്റെ കുഞ്ഞെ, എല്ലാം എന്നോട് പറയുക, ഒന്നും എന്നിൽ നിന്ന് മറച്ചു വെക്കരുത്. കാരണം എന്റെ സ്നേഹനിർഭരമായ ഹൃദയം, നിന്റെ ഉത്തമ സുഹൃത്തിന്റെ ഹൃദയം എന്നെ ശ്രവിക്കുന്നു. ഈശോ പറയാ, ഈ ജീവിതത്തിലൊക്കെ ചെല്ലുമ്പോൾ ഈശോ ബെസ്റ്റ് ഫ്രണ്ടാന്ന് കേൾക്കുമ്പോൾ നമ്മൾ ചിലർ പറയും ഇങ്ങനെ ഈശോ ദൈവികതയെ കുറച്ച് കാണിക്കരുത്, അങ്ങനെയൊക്കെ ഇങ്ങനെ മനുഷ്യനെ ഇങ്ങനെ നമ്മുടെ കൂട്ടുകാരനായിട്ട്. ഈശോ ദൈവം തന്നെയാ. പക്ഷെ ദൈവം പറയാ, ഒരു സുഹൃത്തിനെ പോലെ നീ പറയുന്ന എല്ലാം കേൾക്കാൻ ഞാൻ ആഗ്രഹിക്കാം. ഈശോ എത്ര ഓർക്കുന്നുള്ളൂ, നമ്മളെ തെറ്റ് പറ്റിയാല് ആ കുമ്പസാരെ കൂട്ടി ചെന്ന് അതൊന്ന് ഏറ്റു പറയുക, എല്ലാം എന്നോടൊന്ന് പറയുക, ഒന്നും എന്നെ മറച്ചു വെക്കരുത്.
എല്ലാം എന്നോട് നീ ഒന്ന് പറയാ. അതിപ്പോ നിനക്ക് തെറ്റ് പറ്റിയാലാട്ടെ, അല്ലെങ്കിൽ നീ നിന്റെ ജീവിതത്തിൽ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഈശോ പറയുന്നുണ്ട്, എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഫിസിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളാട്ടെ, ആത്മീയമായിട്ടുള്ള കാര്യങ്ങളാട്ടെ. ഇപ്പൊ നമ്മൾ പാപത്തിന് പരിശ്രമിക്കാൻ സ്വയം ഞാൻ ഇനി പാപം ചെയ്യില്ല, അങ്ങനെ ചെയ്യാനല്ല ഈശോ ആഗ്രഹിക്കുന്നേ. എന്നെ കൂടാതെ നിനക്ക് ഒന്നും ചെയ്യാൻ സാധിക്കത്തില്ല. ഈശോയിൽ ആശ്രയിക്കാനും ഈശോയിലേക്ക് നോക്കാനും ഈശോ ആഗ്രഹിക്കുന്നേ. ഈശോയെ എനിക്ക് പറ്റുന്നില്ല ഈശോയെ, അത് ചെയ്യാതിരിക്കാൻ പറ്റും. ഈശോയെ നീ ഈശോയിൽ ആശ്രയിക്കുന്നു, ഈശോയെ ശരണപ്പെടുന്നു, ഈശോയുടെ കരുണയെ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞ് ഈശോയിലേക്ക് നോക്കാനായി, ഈശോയുടെ അടുത്ത് എല്ലാം പറയാനായി ഈശോ ആഗ്രഹിക്കുന്നത്. അപ്പം ആത്മാവ് പിന്നെയും പറയാം, അങ്ങയുടെ അളമറ്റ നന്മയും എന്റെ എല്ലാ നന്ദിഹീനതയും ഞാൻ കാണുന്നു. അങ്ങേ കൃപാവരങ്ങളെ തള്ളിക്കളഞ്ഞതിനാൽ തീ നരകത്തിന്റെ ആഴങ്ങളാണ് ഞാൻ അർഹിക്കുന്നതെന്ന് മനസ്സിലാക്കുന്നു. അങ്ങനെ ആത്മാവ് പിന്നെ ഓരോന്ന് പറഞ്ഞിരിക്കുക. അപ്പൊ പിന്നെ ഈശോ സമ്മതിക്കുന്നില്ല. ആത്മാവ് ഈശോ ഇടയ്ക്ക് കയറി പറയാണ്, നിന്റെ ദുരിതങ്ങളെ നീ മുഴുകി പോകരുത്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ നീ ഇനി വളരെ ബലഹീനയാണ്. ഇതിനെപ്പറ്റി പറയാൻ പോലും നിനക്ക് ശേഷിയില്ല. അതിനാൽ നീ എന്റെ നന്മയാൽ നിറഞ്ഞ എന്റെ ഹൃദയത്തിലേക്ക് ഉറ്റുനോക്കി എന്റെ വാത്സല്യത്താൽ നീ ശക്തി പ്രാപിക്കുക എന്ന് പറഞ്ഞ് ഈശോ പറയാ, നീ പിന്നെ നിന്റെ പാപത്തിലേക്ക് നോക്കാതെ അങ്ങോട്ട് നോക്കി ഇരിക്കുവല്ല, നീ എന്നെ നോക്ക്. നീ എന്റെ ഹൃദയത്തിലേക്ക് എന്റെ ഹൃദയത്തിലെ നന്മയിലേക്ക് നോക്ക്, എന്റെ ഹൃദയത്തിലെ കരുണയിലേക്ക് നോക്ക്. നീ എന്റെ വാത്സല്യത്തെ ശക്തി പ്രാപിക്കുക. എളിമയ്ക്കും ശാന്തതയ്ക്കുമായി പരിശ്രമിക്കുക. ഒന്ന് എളിമപ്പെടുക. നമ്മുടെ പാപങ്ങൾ ഈശോയെ പറ്റിപ്പോയി ഈശോയെ എന്ന് പറഞ്ഞ് എളിമപ്പെടുക. അത്ര ഈശോ ആഗ്രഹിക്കുന്നുള്ളൂ. ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ മറ്റുള്ളവരോട് നീ കാരുണ്യത്തോടെ വർത്തിക്കുക. നമ്മൾ ഒരുപാട് കേട്ട് പരിചയമുള്ള വചന, പക്ഷെ നമ്മൾ ഓർക്കും നമ്മൾ അത്യാവശ്യം കരുണയൊക്കെ കാണിക്കുന്നുണ്ടെന്നായിരിക്കും. പക്ഷെ ഈശോ നമ്മളോട് കാണിച്ച കരുണ വെച്ച് നോക്കുമ്പോൾ നമ്മൾ ആരോടും കരുണ കാണിക്കുന്നില്ല. നമ്മൾ പലപ്പോഴും എന്നാലും അവൻ എന്നോട് അങ്ങനെ ചെയ്തല്ലോ, അല്ലെങ്കിൽ ഞാൻ അവന്റെ സ്ഥാനത്ത് ഞാൻ അങ്ങനെ ചെയ്യില്ലായിരുന്നു. ചിലപ്പോൾ നമ്മുടെ പ്രവൃത്തിയിൽ ഒന്നും ഒരു വ്യത്യാസവും കാണത്തില്ലായിരിക്കും. നമ്മൾ ഭയങ്കര നീറ്റാ, പക്ഷെ നമ്മുടെ ഹൃദയത്തിന്റെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പ്രശ്നം, ഒരു ഇത് കാണുവേ. പക്ഷെ ഈശോ പറഞ്ഞേക്കുന്നേ, ഞാൻ നിന്നോട് കരുണ കാണിച്ച പോലെ. അതായത് ബൈബിളില് ഈ നിർദ്ദയന മത്തായി 18:21 ചെയ്യുന്ന ഒരു ഭൃത്യന്റെ ഉപമയെ പറയുന്നുണ്ട്. ഒരു രാജാവ് സഹസേവനോട് 10,000 താലന്ത് ക്ഷമിക്കുന്നു, ഇളച്ചു കൊടുക്കുന്നു. അത് കഴിഞ്ഞിട്ട് ആ സഹസേവകൻ അവന്റെ ഒരു ഭൃത്യനെ കാണുമ്പോൾ അവന് 100 ധനാറ കടപ്പെട്ടിരിക്കുന്നവനോട് ഇളച്ചു കൊടുക്കുന്നില്ല, അവനെ അത് വഴക്കുണ്ടാക്കി മേടിക്കുക. അപ്പം നമ്മൾ പലപ്പോഴും നമ്മള് ഈ ഒരു പാട്ടി പാടുന്ന നമ്മുടെ കോടാനുകോടി പാപങ്ങൾ ക്ഷമിച്ച് ഈശോ നമ്മളോട് കരുണ കാണിച്ചേ. അപ്പം അങ്ങനെയാണെങ്കിൽ ഈ ലോകത്ത് ഒറ്റ മനുഷ്യരുടെ കുറ്റം നമുക്ക് പറയാൻ പറ്റത്തില്ല. കാരണം നമുക്ക് കുറ്റം പറയാൻ എന്തായിരിക്കുന്നത്? കാരണം നമ്മളെല്ലാവരോടും കരുണ കാണിക്കുന്നത്. ഈശോ നമ്മളോട് കരുണ കാണിച്ചു വെച്ച് നോക്കുമ്പോൾ നമുക്ക് ഈ ലോകത്തുള്ള എല്ലാവരോടും ആരെന്തൊക്കെ ചെയ്താലും നമുക്ക് കരുണ കാണിക്കാനല്ലാത്ത നമുക്കില്ല. കാരണം ഈശോ പറയുന്നുണ്ട്, നിങ്ങളെ പാപമില്ലാത്തവർ അവനെ കല്ലെറിയട്ടെ എന്ന് പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ഈശോ കരുണ കാണിച്ച പോലെ തന്നെ മറ്റുള്ളവരും കരുണ കാണിക്കാൻ ഈശോ പറയുന്നുണ്ടേ. അത് കഴിഞ്ഞിട്ട് പിന്നെ ചില സിറ്റുവേഷനിൽ നമ്മളിങ്ങനെ കടന്നു പോയിട്ടുണ്ടാവുകയെ കാരണം ഈ സംഖ്യയുടെ പുസ്തകം 32:23 പറയുന്നത്, നിങ്ങളുടെ പാപം നിങ്ങളെ വേട്ടയാടിക്കും. വേട്ടയാടും എന്ന് പറയുന്നുണ്ട് പാപം. അതായത് ചില പാപങ്ങൾ നമ്മളിങ്ങനെ വിടാതെ പിന്തുടരുവേ. അതിങ്ങനെ വേട്ടയാടും പറഞ്ഞാൽ ഇങ്ങനെ നമ്മുടെ നായാട്ടിന് പോകുമ്പോൾ ഒരു ജീവനെ കൊല്ലാൻ ശ്രമിക്കുന്ന നമ്മളിങ്ങനെ വിടാതെ പിന്തുടരുക പാപം. അപ്പൊ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റില്ല. ചിലപ്പോൾ നമുക്ക് കുമ്പസാരിക്കാൻ പറ്റത്തില്ലായിരിക്കും. കുമ്പസാരിച്ചാൽ കുഴപ്പമുണ്ടോ? കുമ്പസാരിക്കാൻ നമുക്ക് രക്ഷപ്പെടണമെന്നുണ്ട്, പക്ഷെ പറ്റുന്നില്ല. അങ്ങനെ ഭയങ്കരമായിട്ട് നമ്മളെ അലട്ടുന്നുണ്ടാവും. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത്? ശരിക്കും നമ്മൾ ഈ പാപത്തിലേക്ക് നോക്കി പിന്നെ ഈശോയിൽ എന്തുമാത്രം ശരണപ്പെടുന്നു, ഈശോയിൽ എന്തോരം കൂടെ ശരണപ്പെടുന്നു, ഈശോയിൽ എന്തോരം കൂടെ ആശ്രയിക്കുന്നു, അത്രത്തോളം നമുക്ക് ആ പാപത്തിൽ നിന്ന് അകന്ന് വിശുദ്ധിയിലേക്ക് വരാൻ പറ്റും. അപ്പം ഈ ലൂക്ക 7:42 ഒരു വചനമുണ്ട്. രണ്ട് കടക്കാരുണ്ടായിരുന്നു. അപ്പം ഒരാൾക്ക് 500 ഇളച്ചു കൊടുത്തു, ഒരാൾക്ക് 50 ഇളച്ചു കൊടുത്തു, 50 ധനാറ ഇളച്ചു കൊടുത്തു. അപ്പൊ ഈശോ ചോദിക്കുന്നുണ്ട്, ആരാണ് കൂടുതൽ സ്നേഹിക്കാന്ന് ചോദിക്കുമ്പോൾ കൂടുതൽ ഇളച്ചു കൊടുത്തവനാണ് കൂടുതൽ സ്നേഹിക്കുക. അപ്പം ചില സിറ്റുവേഷനിലൂടെയൊക്കെ നമ്മളെ കടത്തി വിട്ടത് ഈശോയുടെ കരുണയുടെ ആഴം നമ്മളെ മനസ്സിലാക്കി തരാനാ. അപ്പൊ അത്രയും ആഴം ഈശോ നമ്മളിങ്ങനെ മനസ്സിലാക്കി തന്നിട്ടാണ് പറയുന്നേ. നമ്മൾ ചെയ്ത നമ്മളോട് ഈശോ കരുണയുടെ എന്തുമാത്രം ഈശോയ്ക്ക് ആഴമുണ്ട് നമുക്ക് മനസ്സിലാക്കി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൽ എവിടെയെങ്കിലുമൊക്കെ നമ്മൾ ഇത് അനുഭവിച്ചിട്ടുണ്ട്. അപ്പൊ അത്രയും കരുണ കാണിച്ചിട്ട് പറയാം, നീയും ഇതുപോലെ മറ്റുള്ളവരോട് കരുണ കാണിക്കുക ഈശോ പറയാം. പിന്നെ തുറന്നു പറയാ, നിന്റെ ശക്തി ക്ഷയിക്കുന്നതായി നിനക്ക് അനുഭവപ്പെടുമ്പോൾ കാരുണ്യ സ്രോതസ്സിൽ നിന്റെ ആത്മാവിനെ ശക്തിപ്പെടുത്താനായി നീ അണയുകയാണെങ്കിൽ ഈ ജീവിതയാത്രയിൽ നീ അല്പം പോലും ക്ഷീണിതയാവുകയില്ല എന്ന് പറഞ്ഞാല് നമ്മൾ പറയാ, ഓൾ ഡിസപ്പോയിന്റ്മെന്റ്സ് ആർ ഹിസ് അപ്പോയിന്റ്മെന്റ്സ് എന്നൊരു അഭിഷേകത്തിന്റെ സിസ്റ്റർ പറഞ്ഞേ. നമുക്ക് എന്തൊക്കെ നിരാശ ഉണ്ടായാലും അവിടെയെല്ലാം നമ്മൾ ഈശോയിലേക്ക് നോക്കുക. അവിടെയാണ് പറയുന്നത്. ഈ ഫൗസ്റ്റിന പുണ്യവതി ഈ ഒരു സിറ്റുവേഷനിലൂടെ പോയിട്ട് തന്നെയാണ് ഈ പറയുന്നത്. അതായത് കന്യക
77 പറയുന്നുണ്ട്, ഈ നരകത്തിന് തുല്യമായ എല്ലാ, അതായത് ഒറിജിനലി ആത്മാവ് നരകത്തിൽ കിടക്കുന്ന എല്ലാ പീഡകളും ഫൗസ്റ്റിനാ അനുഭവിച്ചു. നിലത്ത് കിടന്ന് ഉഴന്ത് എന്ന് വെച്ചാൽ ഒന്നും ചെയ്യാൻ പറ്റത്തില്ല, ഒന്ന് എഴുന്നേറ്റ് പോയി പറയാൻ പോലും പറ്റാതെ അവിടെ കിടന്ന് ഒറിജിനൽ ആത്മാവ് നരകത്തിൽ കിടക്കുന്ന പീഡ മുഴുവൻ ഈ ഫൗസ്റ്റിന അനുഭവിക്കുന്നുണ്ട്. അപ്പം എന്നിട്ട് ഫൗസ്റ്റിന പുണ്യവതിയുടെ ഈശോ പറയുക, എന്നാ പാപികൾക്ക്, പ്രത്യേകിച്ച് ഈ ദൈവത്തിന്റെ കരുണയെ പ്രത്യാശ നഷ്ടപ്പെട്ടവർക്ക് വേണ്ടി നീ സ്വയം സമർപ്പിക്കണം. അപ്പം ഫൗസ്റ്റിന പുണ്യവതിനെ എന്തിനാ ഈ സിറ്റുവേഷനോട് കടത്തിവിട്ടത്? ഈ നിരാശയിലകപ്പെട്ട ആത്മാവിനോട് പറയാനുള്ളത് ഈശോയ്ക്ക് ഫൗസ്റ്റിന പുണ്യവതിയോട് പറയണം. അതിനുവേണ്ടി ഈ സിറ്റുവേഷനോട് എല്ലാം കടത്തിവിടുക. അപ്പം അതുകൊണ്ട് മറ്റാരേക്കാൾ കൂടുതൽ എനിക്ക് മനസ്സിലാകും എന്ന് ഫൗസ്റ്റിന പുണ്യവതി പറയുക ഈ ഒരു നിരാശയിലകപ്പെട്ട ആത്മാവിന്റെ ഒരു അവസ്ഥയെ. അപ്പം ഉണങ്ങിയ ചുണ്ടുകൾ വെള്ളത്തിനായി കേഴുന്നത് പോലെ ദൈവത്തിനായി ഞാൻ എത്രമാത്രം കേഴുന്നു എന്ന് അറിയുന്ന, ദൈവത്തിനായി ഈ നിരാശയിലകപ്പെട്ട ആത്മാവ് എത്രമാത്രം കേഴുന്നു എന്ന് ദൈവം മാത്രം അറിയുന്നു എന്ന് ഫൗസ്റ്റിന പുണ്യവതി പറയാം. കാരണം ആത്മാവ് അറിയുന്നില്ല, ഈ അതുപോലെ കേഴുവാണ് ഈ ദൈവത്തിനായിട്ട് നീർച്ചാൽ തേടുന്ന മാൽവേരെ പോലെ ഈ നിരാശയിലകപ്പെട്ട ആത്മാവ് കേഴുന്നുണ്ട്. അത് മരിക്കാതെ മരിക്കുന്നു. ഭയങ്കര ഒരു ഭയാനകമായിട്ടൊരു അവസ്ഥയാണ് ഈ ഫൗസ്റ്റിന പുണ്യവതി ഇതിനകത്ത് പറയുന്നത്. പക്ഷെ ഫൗസ്റ്റിന പുണ്യവതി എല്ലാ സിറ്റുവേഷനും പറയുന്ന ഒരു കാര്യമുണ്ട്, അങ്ങ് എന്നെ കൊന്നാലും ഞാൻ അങ്ങനെ ആശ്രയിക്കും. കാരണം ഫൗസ്റ്റിന പുണ്യവതി ഒരു തെറ്റും ചെയ്യാതെ ഈ ഒരു സിറ്റുവേഷനോട് കടന്നു പോകുന്നത്. ഇത്രയും ഫൗസ്റ്റിന പുണ്യവതിക്ക് തോന്നാത്തൊന്നുമില്ല, ഈ ഞാൻ എന്തിനു ഈ പുണ്യത്തിന് പരിശ്രമിക്കണം, ഞാൻ എന്തിന് ഇതൊക്കെ കഷ്ടപ്പെട്ട് ചെയ്യണം, ഞാൻ എന്തിന് ചിലപ്പോൾ കുർബാനയ്ക്ക് ചെല്ലുമ്പോൾ ദൈവദൂഷണം വരുന്നു, കുമ്പസാരിക്കാൻ തോന്നില്ല, ഒന്നും തോന്നില്ല. പക്ഷെ ഇതെല്ലാം ഈശോയോടുള്ള ഒന്നും തോന്നില്ലെങ്കിലും പള്ളിയിൽ പോവുകയും കുമ്പസാരിക്കുക, ഇതെല്ലാം ഒരു അനുസരണത്തിന്റെ പേരിൽ ഇങ്ങനെ ഫൗസ്റ്റിന പുണ്യവതി ഇതെല്ലാം ചെയ്യുക. എന്നിട്ട് പറയാ എന്നെ കൊന്നാലും ഞാൻ അങ്ങനെ ആശ്രയിക്കും. അങ്ങനെ ഫൗസ്റ്റിന പുണ്യവതി പറയുന്നതേ. അപ്പം ഒരു ദിവസം ഫൗസ്റ്റിന പുണ്യവതി ധ്യാനിക്കുക, ദൈവം എത്രമാത്രം സഹിച്ചുവെന്നും എത്രമാത്രം അവിടുന്ന് നമ്മെ സ്നേഹിച്ചുവെന്നും അറിഞ്ഞിട്ടും നാം അവിടുത്തെ മനസ്സിലാക്കുകയോ വിശ്വസിക്കുകയോ ചെയ്യുന്നില്ല എന്നതിനെ കുറിച്ച് ഞാൻ ധ്യാനിച്ചു. ഈശോ, ഇതെല്ലാം ആര് മനസ്സിലാക്കും? ഇത് നമ്മുടെ രക്ഷകന്റെ വളരെ വേദനാജനകമാണ്. അവിടുത്തെ മരണത്തിന് പോലും നമ്മ ഇത് മനസ്സിലാക്കാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നെ ദൈവത്തെ സ്നേഹത്തെക്കുറിച്ച് എങ്ങനെ അവിടെ നമ്മളെ മനസ്സിലാക്കി തരും? ഈശോ നമുക്ക് വെറുതെ അല്ല ഈശോ നമ്മൾക്ക് ഇപ്പൊ ഈശോ ഇല്ലായിരുന്നു, നമുക്ക് സ്വയം വിശുദ്ധരാകാൻ പറ്റുമായിരുന്നെങ്കിൽ ഈശോ കുരിശി മരിക്കേണ്ട ആവശ്യമില്ലായിരുന്നല്ലോ. ഈശോ ഈ നമുക്ക് കിട്ടാനുള്ള പീഡ മുഴുവൻ സഹിച്ച് വേദന എടുത്ത് അതുപോലെ എന്നിട്ട് ഈശോ നമുക്ക് കരുണ മേടിച്ചു തന്നെ. നമുക്ക് ജസ്റ്റ് ഈ കരുണയിലൊന്ന് ആശ്രയിച്ച് രക്ഷ പ്രാപിച്ചാൽ മാത്രം മതി. അപ്പം അത് മരിച്ച് നമ്മളെ സ്നേഹിച്ചിട്ട് ഇത് മനസ്സിലാക്കുന്നില്ലെങ്കിൽ പിന്നെ എങ്ങനെ മനസ്സിലാക്കും? അതുപോലെ ഫൗസ്റ്റിന പുണ്യവതി പറയുന്നുണ്ട്, കരുണയുടെ സമുദ്രത്തിൽ നിന്ന് ശരണത്തിന്റെ പാത്രം കൊണ്ട് കോരിയെടുക്കുകയാണ്. അതായത് ഈശോയുടെ കരുണ ഒരു വലിയ സമുദ്രം, നമുക്ക് ചിന്തിക്കാനാകത്തെ. അപ്പൊ എത്രമാത്രം വലിയ ശരണത്തിന്റെ പാത്രമായിട്ട് നമ്മൾ കോരിയെടുക്കുന്നോ അത്രത്തോളം ഈശോയെ ശരണപ്പെട്ട് ഈശോയുടെ കരുണയിൽ ആശ്രയിച്ച് നമുക്ക് വിശുദ്ധരാകാൻ പറ്റുവേ. അപ്പം എപ്പോഴും ഈശോയിൽ ഈശോയായിട്ട് ഈശോ നമ്മളെ നോക്കുമ്പോൾ നമ്മുടെ ആത്മാവ് എങ്ങനെയാണ്, ഈശോ നമ്മളെ ആത്മാവിനെ നോക്കുമ്പോൾ ഈശോ നമ്മുടെ ആത്മാവിലേക്ക് നോക്കുമ്പോൾ ഈശോ ഹാപ്പി ആണോ നമ്മൾ എപ്പോഴും ചിന്തിക്കുക. അല്ലേ, നമ്മൾ ഈശോ നകന്നു പോയി നമുക്ക് തെറ്റിപ്പോയെങ്കിൽ ഈശോയിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മാത്രം മതി. അല്ലെങ്കിൽ ഈശോയെ ഒന്ന് വിളിക്കുക, ഈശോയെ ആശ്രയിക്കുന്നു പറയാ, അത് മാത്രം ഈശോ ആഗ്രഹിക്കുന്നുള്ളേ. അപ്പം നമുക്ക് പൂർണ്ണമായിട്ട് ഈശോയിൽ ആശ്രയിക്കാം. ആമേൻ.